പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. ഹലോ, നമസ്കാരം. യെസ്, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യെസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ സ്വർണ്ണവർഷത്തിൻ്റെ മറ്റൊരു എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. ശരിക്കും കഴിഞ്ഞ ആഴ്ച നമ്മുടെ സ്വർണ്ണവർഷം ഇല്ലായിരുന്നു. കാര്യം ഓണം സെലിബ്രേഷനൊക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ആഴ്ച ഇല്ലായിരുന്നു. അതിനുശേഷം ആ ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും ദേ സ്വർണ്ണവർഷമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സമ്മാനമൊക്കെ നേടാൻ റെഡി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കാര്യം നമ്മുടെ സ്വർണ്ണവർഷത്തിലെ സമ്മാനം എന്ന് പറയുന്നത് സ്വർണം തന്നെയാണ്, സ്വർണത്തിൻ്റെ മഴയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഗെയിം ഷോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പങ്കെടുക്കാം. ഇവിടെ കണ്ടില്ലേ കുറേ ബോക്സസ് നിങ്ങൾ കാണുന്നുണ്ടാവും. ഈ ബോക്സസ് ഈ നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ ഫോൺ വിളിച്ചതിന് ശേഷം ഇതിൽ ഒരു നമ്പർ പറയുക. ആ നമ്പർ പറയുമ്പോൾ ഞാൻ ചെന്ന് തുറന്നു നോക്കുമ്പോൾ അതിനകത്ത് ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡ് നിങ്ങൾക്ക് തരുന്നു. അതായത് ഈ ഇരിക്കുന്ന ബോക്സുകളിൽ ഏതൊക്കെയോ ബോക്സുകളിൽ ഗോൾഡ് ഉണ്ട്. നിങ്ങളത് ഗസ് ചെയ്യണം എന്ന് മാത്രമേ. ഒരു ഗോൾഡിൽ ഒറ്റ തവണ മാത്രമേ നമ്പർ പറയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമേ ഉള്ളൂ നമുക്ക് റെസ്ട്രിക്ഷൻ. പിന്നെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പങ്കെടുക്കാം കേട്ടോ. 8086014443 എന്ന നമ്പറിലോട്ട് വാട്സപ്പിൽ നിങ്ങൾ തുറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു നമ്പർ അയച്ചിട്ട് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് വാട്സപ്പിൽ വിന്നേഴ്സിനെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും മിസ് ചെയ്യേണ്ട ഈ ചാൻസ്. വിളിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. പിന്നെ വാട്സപ്പിൽ അയക്കേണ്ട ആ നമ്പറിൽ അല്ല കേട്ടോ വിളിക്കുക. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കില്ല. അതുകൊണ്ട് അതിൽ വാട്സപ്പ് മെസ്സേജ് മാത്രം അയക്കുക കേട്ടോ. 8086014443 എന്ന നമ്പറിലോട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കോളും ആയിക്കോളൂ. എന്തായാലും നമുക്ക് ആദ്യത്തെ കോളിലോട്ട് പോവാം. പിന്നെ ഒരു കാര്യം, 12:45 വരെ മാത്രമേ നമ്മൾ ഈ വാട്സപ്പ് മെസ്സേജ് സ്വീകരിക്കുള്ളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് അതിൽ ഏതാണ് വിന്നർ എന്ന് സോർട്ട് ചെയ്യാനുള്ള സമയമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ഫസ്റ്റ് കോളിലോട്ട് പോവാം. ഹലോ, ആരാണിത്? ഷാലിമ, വെൽക്കം ടു സ്വർണ്ണവർഷം. അപ്പോൾ ഇന്ന് വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷം? ഓണമൊക്കെ അടിച്ചു പൊളിച്ചോ? ഇല്ല, ഓണം അടിച്ചു പൊളിച്ചില്ല? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടില് ഉമ്മയും അനിയന്മാരും താത്തയും. ഷാലിമ എന്താ ചെയ്യുന്നേ? ഞാന് ഹൗസ് വൈഫ് ആണ്. ഓക്കെ. അനിയന്മാരൊക്കെയോ? അനിയന്മാരൊക്കെ പഠിക്കാണ്. ഓക്കെ, അപ്പൊ ഷാലിമ ഇന്ന് ഏത് നമ്പറാ ഓപ്പൺ ചെയ്യണ്ടേ? 21. 21. യെസ്, 21-ൽ നമുക്ക് ഗോൾഡ് ഉണ്ടോ നോക്കാം. 21-ൽ ഷാലിമയ്ക്ക് ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. ഇല്ല കേട്ടോ, സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു സോ മച്ച്. സോ നമ്മുടെ ഫസ്റ്റ് നമ്പർ നമ്മൾ സെലക്ട് ചെയ്തു. 21 ആയിരുന്നു. 21-ൽ ഗോൾഡ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇനി ഏത് നമ്പറിലായിരിക്കും ഗോൾഡ്? ഒറ്റ നമ്പർ അല്ല കേട്ടോ, മൾട്ടിപ്പിൾ ബോക്സസിൽ നമ്മുടെ ഗോൾഡ് ഒളിഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടുപിടിക്കുക, സ്വർണ്ണം നേടുക. കാര്യം നമ്മളൊരു സൺഡേ ഇങ്ങനെ ചുമ്മാ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ ഒന്ന് സ്വർണ്ണവർഷത്തിൽ വിളിക്കുന്ന ഒരു സ്വർണ്ണം കിട്ടുന്നു. അടിപൊളിയല്ലേ? അല്ലേ? എന്തായാലും ഗോൾഡ് പൊതുവെ എല്ലാവർക്കും അണിയാൻ ഇഷ്ടമാണ്, സേവ് ചെയ്ത് വെക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ നല്ലൊരു ഗിഫ്റ്റ് തന്നെയാണ് ഗോൾഡ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അല്ലേ? അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമ്മാനം നിങ്ങൾ മിസ് ചെയ്യരുത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്, സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് മോണിഷ. മോണിഷ എവിടുന്നാ വിളിക്കുന്നേ? ഹലോ, മോണിഷ എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ തിരുവനന്തപുരത്ത് എവിടെയാണ്? തിരുവനന്തപുരം കഴക്കൂട്ടത്താണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഹസ്ബൻഡ്, 2 മക്കള്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോള് UKG പഠിക്കുന്നു. സ്വാതി. ഓക്കെ, എന്താ സ്വാതിയും സച്ചിനും. ഓക്കെ, അപ്പോ വെക്കേഷനൊക്കെ ആയിട്ട് എന്താണ് പരിപാടി? ഓണം വെക്കേഷൻ അല്ലേ?
കുട്ടികൾക്ക്? ഞങ്ങൾക്ക് ഈ വർഷം ഓണം ഇല്ലായിരുന്നു. ഓണം ഇല്ലായിരുന്നു. ഓക്കെ ഓക്കെ. ഹസ്ബൻഡിന്റെ അച്ഛൻ മരിച്ചിട്ട് 1 മാസമായിട്ടുള്ളായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇത് ഏത് നമ്പറാണ് സെലക്ട് ചെയ്യുന്നത്? 45. 45 ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, ലെറ്റ്സ് സീ. 45 ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ, ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, അപ്പം നമ്മുടെ മോനിഷയ്ക്ക് സ്വർണം കിട്ടിയിട്ടില്ല. പക്ഷെ ഇനിയും എന്താ പറയുക, ഗോൾഡ് കിട്ടാൻ ചാൻസ് ഉള്ളവർ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മടിച്ചിരിക്കാതെ വിളിക്കാം. ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദിവസമായിരിക്കും. ആ ലക്ക് കളയണ്ട. ഒരു കോൾ അകലെയാണ് ആ ലക്ക് ഇരിക്കുന്നത്. എന്തായാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പങ്കെടുക്കാം കേട്ടോ. ഈ കോൾ മാത്രമല്ല, വാട്സപ്പിലൂടെയും പങ്കെടുക്കാം. 8086011443 എന്ന നമ്പറിലോട്ട് വാട്സപ്പ് മെസ്സേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരും സ്ഥലവും അതിനോടൊപ്പം തന്നെ നിങ്ങൾ തുറക്കാൻ ആഗ്രഹിക്കുന്ന നമ്പറും അയക്കുക. ഒരുപാട് തവണ അയക്കരുത്, ഒരൊറ്റ തവണ മാത്രം അയക്കുക. ഓക്കെ, എന്തായാലും 12:45 വരെ ആ ഒരു ചാൻസ് ഉള്ളൂ വാട്സപ്പിൽ അയക്കാനുള്ളത്. പിന്നെ ഈ പറഞ്ഞ നമ്പറിലോട്ട് വിളിക്കരുത്, കോൾ ചെയ്യേണ്ട വേറെ നമ്പറിലാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, ഇതാരാണ്? നിഷ. നിഷ എവിടുന്നാ വിളിക്കുന്നത്? കരമന. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ചേട്ടനും മോളും. ചേട്ടനും മോളും. മോൾ എത്രാം ക്ലാസ്സിലാ? മോള് 7ാം ക്ലാസ് പഠിക്കുന്നു. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്തൊക്കെയായിരുന്നു ഓണം പരിപാടികൾ? ഓണം നല്ല ഇത് പോയി, നല്ലതായിട്ട് പോയി. വീട്ടിൽ തന്നെ ആയിരുന്നോ? ഓ, വീട്ടിൽ തന്നെ. ഓക്കെ, എവിടെങ്കിലും ഒക്കെ ട്രിപ്പ് ഒക്കെ പോയോ? ഓണം വെക്കേഷൻ അല്ലേ? ഓ ഇല്ല, പോയില്ല. എവിടെയും പോയില്ല. ഓക്കെ, അപ്പൊ യെസ്, ഏതാണ് നമ്പർ? 17. 17 അല്ലേ? 17 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഗോൾഡ് ഉണ്ടോ 17? നോക്കട്ടെ. അയ്യോ ഇല്ലല്ലോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടും. താങ്ക് യു, ബൈ. ശരി. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ നമുക്ക് ഇതുവരെ കിട്ടിയില്ല കേട്ടോ. അപ്പൊ ഫസ്റ്റ് വിന്നർ ഇങ്ങനെ കോൾ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ഡൗട്ട് അടിച്ച് അവിടെ ഇരിക്കുകയാണ്. എന്താണ് വേണ്ടേ ഗോൾഡ്? എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, നമസ്കാരം മോളെ. യെസ്, നമസ്കാരം. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഇത് ആരാണ്? ഞാൻ ആലപ്പുഴയിൽ നിന്നാണ്, വേണുഗോപാൽ എന്ന് പറയും. ആഹാ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേട്ടാ? വീട്ടില് ഇപ്പൊ ഭാര്യയും ഭാര്യയുടെ അമ്മയുണ്ട്. ഭാര്യയെ മോൾക്കറിയാം. അറിയാവോ? കുറച്ചു ദിവസം മുമ്പ് ഒരു സ്വർണം കൊടുത്തതാ. ആ, വൈഫിന് കിട്ടിയല്ലേ സ്വർണം? എന്താണ് പേര്? രഞ്ജിനി. ഓക്കെ, അപ്പോ ഇനി ചേട്ടനും കൂടെ സ്വർണം കിട്ടിയാ മതി. നോക്കട്ടെ, വിളിച്ചു കൊടുക്കാൻ കിട്ടി മോളെ. ഓക്കെ, നമുക്ക് നോക്കാം. ഏത് നമ്പറാ ചേച്ചി? ചേട്ടാ 19 അല്ലേ? 19 വേണുഗോപാൽ ചേട്ടന് സ്വർണം ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, സോ നോക്കട്ടെ. അയ്യോ, ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സാരമില്ല. ഓക്കെ, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. ഓക്കെ. സോ ഇന്ന് നമുക്ക് വേണുഗോപാൽ ചേട്ടന് കിട്ടിയില്ല. പക്ഷെ എനിക്കൊന്ന് ഇനി കുറച്ച് ദിവസം മുന്നേ വൈഫിന് കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മറിഞ്ഞു ഒക്കെ ഇങ്ങനെ ഇരിക്കും അല്ലേ? ചിലപ്പോൾ ഈ വീക്ക് കിട്ടിയെന്ന് വരില്ല, നെക്സ്റ്റ് വീക്ക് കിട്ടിയെന്നിരിക്കും. സോ എന്തായാലും ഇന്നത്തെ ആ ഒരു ഫസ്റ്റ് ഭാഗ്യശാലി ഇതുവരെ വിളിച്ചിട്ടില്ല. നമുക്ക് അടുത്ത കോളർ ആണോ എന്ന് നോക്കാം. അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഹലോ ഹലോ, ഇതാരാണ്? സുജിത. പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. എവിടുന്നാണ് വിളിക്കുന്നത്? പാലക്കാട് നിന്നാണ് വിളിക്കുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട് സുജിത? ഹസ്ബൻഡ്, 2 പിള്ളേര്, അച്ഛൻ, അമ്മ. കുട്ടികളൊക്കെ എത്രാം ക്ലാസ്സിലാ? ഒരാള് 2ാം ക്ലാസ്, പിന്നെ ഒന്ന് ചെറിയ 7 മാസമായിട്ടുള്ളൂ. 7 മാസമായിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓണം സൂപ്പറായിരുന്നു. എവിടെങ്കിലും ഒക്കെ പോയോ പുറത്ത്? എവിടെ പോയൊന്നുമില്ല, കുട്ടി ചെറുതല്ലേ, അപ്പൊ എവിടെയും പോയൊന്നുമില്ല. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും എനിക്കൊന്ന് ബേബിയുടെ ഫസ്റ്റ് ഓണം അല്ലേ? ഓക്കെ, ബേബിയുടെ പേരെന്താ? ആഗ്നേയ. മറ്റേ ആളുടെയോ? ആരവ്. ഓക്കെ, എന്തായാലും ഇന്ന് നമുക്ക് ഏത് നമ്പറിലാണ് ഗോൾഡ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അപ്പോ യെസ്, ഏതാണ് നമ്പർ? 44 ഗോൾഡ് ഉണ്ടോ? നോക്കട്ടെ, ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. ഹലോ, ഗോൾഡ് ഇല്ല കേട്ടോ. അവിടെ ആരാണ് കളിയാക്കിയത്?
കളിയാക്കാൻ കുട്ടികളും ഹസ്ബൻഡും എല്ലാരും അല്ലേ? സാരമില്ല, ഇനിയിപ്പോ നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, അവിടെ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴാ സന്തോഷം. ഏതൊക്കെ കേട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോളിലോട്ട് പോകാൻ മുന്നേ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാട്സപ്പിലും കൂടെ ഒന്ന് അയച്ച് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വാട്സപ്പിൽ ഒരു ചാൻസും കൂടെ നിങ്ങൾക്കുണ്ട്. 8086011443 എന്ന നമ്പർ, വാട്സപ്പ് നമ്പറിലോട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഉത്തരം അയക്കേണ്ടത്. പേരും ഡീറ്റെയിൽസും കൂട്ടത്തിൽ വെക്കണം. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് 12:45 ശേഷമാണ് നോക്കുന്നത് ഏത് ആർക്കാണ് വാട്സപ്പിൽ വിൻ ചെയ്യാൻ സാധിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ അതുവരെ മാത്രം നിങ്ങൾ അയച്ചാൽ മതി. എന്നാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോകാം. ഹലോ ഹലോ, ഇതാരാണ്? എന്റെ പേര് സോണി എന്നാണ്. സോണി, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ പാവുക്കര എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. പാവുക്ക, അതെവിടെയാണ്? പാവുക്കര, മാന്നാറ്. പാവുക്കര, മാന്നാറാണ്. ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് അപ്പനുണ്ട്, അമ്മയുണ്ട്, അപ്പന്റെ പെങ്ങളുണ്ട്, ഞാനുണ്ട്. ആഹാ, ഓക്കെ. എന്താണ് ഇന്നത്തെ പരിപാടി? സൺഡേ എന്താണ് പരിപാടി? സൺഡേയില് പള്ളി പോയോ? ആ, പോയി. ഓക്കെ. എന്താ ചെയ്യുന്ന സോണി? ഞാനിപ്പം ഒന്നും വർക്കിനൊന്നും പോകുന്നില്ല, വീട്ടിലാണ്. ആഹാ, ഇതിനു മുന്നേ പോയിരുന്നോ? ആ, നേരത്തെ പോയിട്ടുണ്ട്. ഗൾഫിലായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏതാണ് നമ്പർ? 31. ഓക്കെ, 31-ൽ സോണിക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 31 തുറക്കുന്നു. അയ്യോ, ഇല്ല കേട്ടോ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ, താങ്ക് യു, ബൈ. സോണിക്ക് കിട്ടിയില്ല. അപ്പൊ ഇനി ആർക്കാ കിട്ടാൻ പോകുന്നേ? എന്തായാലും നമ്മുടെ സ്വർണ്ണവർഷത്തിന്റെ സമ്മാനം എന്ന് പറയുന്നത് സ്വർണ്ണമാണ്, ഗോൾഡാണ്. അപ്പോൾ ഇവിടെ ഒരു ബോക്സിൽ മാത്രമല്ല, അതാണ് എനിക്ക് വീണ്ടും ഓർമ്മിപ്പിക്കാനുള്ളത്, മൾട്ടിപ്പിൾ ബോക്സുകളിലായിട്ട് സ്വർണ്ണമുണ്ട്. അപ്പോൾ ഒരുപാട് വിന്നേഴ്സിനെ നമുക്ക് കിട്ടണം. അപ്പോൾ നിങ്ങൾ മടിച്ചു നിൽക്കാതെ വിളിക്കുക. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, നമസ്കാരം, ഇതാരാണ്? രേഷ്മ. രേഷ്മ എവിടുന്നാ വിളിക്കുന്നത്? ഒറ്റപ്പാലം. വീട്ടിൽ ആരൊക്കെയുണ്ട്? അച്ഛൻ, അമ്മ, ഹസ്ബൻഡ് ഉണ്ട്, ഒരു മോനുണ്ട്. രേഷ്മ എന്താ ചെയ്യുന്നേ? ഞാൻ ടീച്ചറാണ്. ടീച്ചറാണോ? ഏത് സബ്ജക്റ്റാ? സോഷ്യൽ സയൻസ് അല്ലേ? ഓക്കെ. മോനോ? മോന് LKG-ലാണ്. സെയിം അമ്മ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയാണോ? അതെ. ഓക്കെ, അപ്പൊ ടീച്ചറിന്റെ മോനാണ്. ഓക്കെ, അടിപൊളി. അപ്പോ യെസ്, ഏതാണ് നമ്പർ? 41. 41-ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. സോ 41. സോറി, സാരമില്ല. അപ്പൊ ഗോൾഡ് കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ അവിടെ ഭയങ്കര ബഹളം. ഓക്കെ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ 1 വരുന്ന നമ്പേഴ്സ് ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നുണ്ട്. എന്തായാലും ഫസ്റ്റ് ഇരിക്കുന്ന നമ്പേഴ്സ് ഒക്കെ എന്തായാലും നമുക്ക് നോക്കാം എവിടെയാണ് ഗോൾഡ് ഇരിക്കുന്നതെന്ന്. എന്തായാലും അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹായ്. ഹലോ, നമസ്കാരം, ഇതാരാണ്? ഹലോ, മിണ്ടുന്നില്ല, കേൾക്കുന്നുണ്ടോ? ഓ, അവിടെ ഒരു കോമ്പറ്റീഷൻ. ആരാ സംസാരിക്കാൻ പോകുന്നു? ഉറപ്പിച്ചോ? ഹലോ, കേക്കുന്നില്ലേ? ഞാൻ പറയുന്നത് കേക്കുന്നില്ലേ? ഞാൻ സരോജിനി പെരുമെന്ന. എന്താണ് പേര്? സരോജിനി. ഓക്കെ, സരോജിനി. ഓക്കെ, എവിടുന്നാണ് സ്ഥലം? ചെങ്ങന്നൂരോ? പാലക്കാട്. ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിലിപ്പോ ഹസ്ബൻഡും ഞാനും മോനും മാത്രം. ആണോ? മോനോടാണോ നീ സംസാരിക്കുന്ന പറഞ്ഞേ? അതെ. മോൻ എന്താ ചെയ്യുന്നേ? അവൻ LD ക്ലർക്കായിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ. അപ്പൊ ഏതാണ് നമ്മുടെ ഇന്ന് എടുത്തിരിക്കുന്ന നമ്പർ? 23 നമുക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. സരോജിനി ചേച്ചിക്ക് നോക്കട്ടെ, ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ല കേട്ടോ. ശരി, താങ്ക്സ്. സാരമില്ല. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോ ഇതുവരെ നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ നമ്മൾ കണ്ടെത്തിയിട്ടില്ല. കുറച്ച് ബോക്സുകളൊക്കെ ക്ലോസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ കുറച്ച് ചിന്തിച്ചൊക്കെ സെലക്ട് ചെയ്ത് നോക്കും. ചിലപ്പോൾ മേ ബി ഇന്നത്തെ ലക്കി നമ്പർ മേ ബി നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ
എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടല്ലോ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ നമ്പർ ചുമ്മാ ഒന്ന് ഓർത്ത് ചൂസ് ചെയ്ത് നോക്കും. ചിലപ്പോൾ ഇന്ന് ലക്ക് കൊണ്ടുവരുന്ന അങ്ങനത്തെ നമ്പേഴ്സ് ആണെങ്കിലോ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലക്കി നമ്പറായിട്ട് നിങ്ങൾ വിചാരിക്കുന്ന ഏതെങ്കിലും നമ്പർ ആണെങ്കിലോ, സോ അങ്ങനെ ചൂസ് ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ പറയാം കേട്ടോ. കാണുമ്പോൾ നമുക്ക് ചിലത് തോന്നും ഇതിലുണ്ടാവും എന്നൊക്കെ. അങ്ങനെയൊക്കെ ചിന്തിച്ചൊക്കെ ചൂസ് ചെയ്ത് നോക്കൂ. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ് എന്തോ പേരെന്താണ്? രൂപേഷ്. രൂപേഷ്, ഓക്കെ. രൂപേഷിന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? പാലക്കാട് അല്ലേ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? പാലക്കാട്. ആ, വീട്ടില് വൈഫ്, അമ്മ, ഒരു കുഞ്ഞുണ്ട്. കുഞ്ഞുണ്ട്. എന്താ ചെയ്യുന്നത് രൂപേഷ്? ബിൽഡിംഗ് വർക്കാണ്. ബിൽഡിംഗ് വർക്കാണ്. കുഞ്ഞിപ്പോ എത്രയായി? കുഞ്ഞിപ്പോ എത്രയായി? കുഞ്ഞിന് 2 വയസ്സാണ്. 2 വയസ്സായി. ഓക്കെ ഓക്കെ. ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലാതെ പോണു. ആ, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഏതാണ് വിളിച്ച് എന്തോ? നമുക്ക് സന്തോഷമുണ്ട്. എന്തായാലും സ്വർണം കൂടെ കിട്ടട്ടെ. ഓക്കെ, ഏതാണ് നമ്പർ? നമ്പർ 44. ഓക്കെ, 44 പോയല്ലോ. വേറെ നമ്പർ 50. ഓക്കെ, 50യിൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ഗോൾഡ് ഉണ്ടോ 50യിൽ? 50 തുറക്കുമ്പോൾ നെഹി ഇല്ല കേട്ടോ. ഇല്ല കേട്ടോ, സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. എന്തായാലും ചേട്ടൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അടിപൊളി. എന്തായാലും നമുക്കൊരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞ് തിരിച്ചു വന്നാലോ. അപ്പൊ ഇനി സ്വർണ്ണവർഷത്തിൽ ഷോർട്ട് ബ്രേക്ക്. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. അപ്പോൾ ദേ നമ്മൾ ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ബോക്സസ് ഒക്കെ തുറന്നു. പക്ഷേ ഇതുവരെ നമുക്ക് വിന്നറിന് ഒരാളെ പോലും കിട്ടിയിട്ടില്ല. എവിടെയാണ് ആ വിന്നേഴ്സ് എന്നുള്ളത് ഇനിയാണ് അറിയേണ്ടത്. ഇനിയാണ് കോഴ്സ് വരേണ്ടത് വിന്നേഴ്സിൻ്റെ. അപ്പോൾ ഉറപ്പായിട്ടും പെട്ടെന്ന് തന്നെ വിളിക്കുക. നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ നമ്പർ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ചെന്ന് തുറക്കുന്നു. സ്വർണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരുന്നു. സ്വർണ്ണം ഉണ്ടെങ്കിൽ എന്നല്ല, ഒരുപാട് ബോക്സസിൽ സ്വർണ്ണമുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ചാൻസ് മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ വിളിക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സപ്പിലൂടെയും പങ്കെടുക്കാൻ പറ്റും. എങ്ങനെയാണ്? വാട്സപ്പിൽ നിങ്ങൾ ഒരു മെസ്സേജ് ആയിട്ട് അയക്കുക. എന്താണ് നിങ്ങളുടെ പേരും സ്ഥലവും, അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്പറും. അയക്കേണ്ട നമ്പർ 8086011443 എന്ന നമ്പറിലോട്ടാണ്. 8086011443 എന്ന നമ്പറിലോട്ടാണ്. ഈ നമ്പറിലോട്ട് വാട്സപ്പ് മെസ്സേജ് മാത്രമേ അയക്കാൻ പറ്റത്തുള്ളൂ, വിളിക്കാൻ പറ്റില്ല. വിളിക്കേണ്ടത് വേറെ നമ്പറിലാണ്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അയക്കുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ വിളിച്ചും പങ്കെടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ 2 ചാൻസാണ് ഉള്ളത്. വിളിച്ചും പങ്കെടുക്കാം, അതിനോടൊപ്പം തന്നെ വാട്സപ്പിലും അയക്കാം. അപ്പോൾ യെസ്, അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഹായ്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ധാരാണ്? എന്റെ പേര് കൃഷ്ണേന്ദു. കൃഷ്ണേന്ദു. എവിടെന്നാ വിളിക്കുന്നേ? ട്രിവാൻഡ്രം. നല്ല പേരാ കേട്ടോ, കൃഷ്ണേന്ദു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരാ. ഓക്കെ, ട്രിവാൻഡ്രത്ത് എവിടെയാണ്? പാളയം അല്ലേ? ഓക്കെ, എന്തൊക്കെയാണ്? ഡാൻസ് കളിക്കോ? ഡാൻസ് അല്ല, പാട്ട് പാടും. ഈ കൃഷ്ണേന്ദു എന്ന് പേര് ഉള്ള എന്റെ പരിചയക്കാര് എന്തെങ്കിലുമൊക്കെ ഡാൻസോ പാട്ടിലോ ഒക്കെ നല്ല ടാലന്റ് ഉള്ള ആൾക്കാരാണ്. അതാണ് ഞാൻ ഇങ്ങനെ ചോദിച്ചത്. കളിക്കും, അല്ല പഠിച്ചിട്ടില്ല. പ്രോഗ്രാംസ് ഒക്കെ കളിക്കും. പാട്ട് പാടും അല്ലേ? പാട്ട്. അപ്പൊ നമുക്കൊരു പാട്ട് പാടി തരുമോ? പോരട്ടെ. അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോടു നീ
ഇന്ദു പരിഭവം വെള്ളിയോതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ, ഇന്ദു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗനചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ. താങ്ക് യു. അടിപൊളി അടിപൊളി, നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, അപ്പോ കൃഷ്ണേന്ദു എന്താ ചെയ്യുന്നേ? ഞാൻ ടീച്ചറാണ്. ടീച്ചറാണോ? ഓക്കെ, ശബ്ദം കേട്ടപ്പോൾ ഒരു കോളേജ് ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള ആളാണിത്. അപ്പോ എന്താ പഠിപ്പിക്കുന്നത്? പഠിച്ചിറങ്ങിയുള്ളൂ അല്ലേ? ജസ്റ്റ് കയറിയുള്ളൂ. ഏത് സബ്ജക്റ്റാ? ഇംഗ്ലീഷാണ്. ഓക്കെ, അപ്പൊ എത്രാം ക്ലാസ്സിലേക്കാ പഠിപ്പിക്കുന്നത്? 8th ഉണ്ട്, 3rd ഉണ്ട്, 4th ഉണ്ട്, 6th, 7th. ഓക്കെ, അപ്പൊ ഇത് ഫസ്റ്റ് ഇയർ ആണോ ടീച്ചറായിട്ട് കയറിയ? ഫസ്റ്റ് ടൈം. പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ. അതായത് ഈ വർഷമാണ് കയറിയത് അല്ലേ? ഈ വർഷം. എങ്ങനെയുണ്ട് ഒരു സ്കൂൾ ടീച്ചിങ് ലൈഫ്? നല്ലതാ. കുട്ടികളൊക്കെ പറഞ്ഞ് അനുസരിക്കുന്നുണ്ടോ? കുഴപ്പമില്ല, പാവങ്ങളാ. ടീച്ചർ പാവമാണോ എന്ന് അറിയണ്ടേ? ടീച്ചർ പാവമാണോ സ്ട്രിക്റ്റ് ആണോ? എന്നാലും കുഴപ്പമില്ല. അതെ, ടീച്ചർ എങ്ങനെയാണ്? പാവമാണോ അതോ? ഞാൻ ഫ്രണ്ട്ലി ആണ്, എന്നാ വടിയെടുക്കേണ്ട സ്ഥലത്ത് എടുക്കുമല്ലേ? ടാബോ. ഓക്കെ, അപ്പൊ ഏതാണ് ഇന്ന് നമ്പർ ടീച്ചർ ചൂസ് ചെയ്തിരിക്കുന്നത്? ഏത് നമ്പർ? 17 അല്ലേ? 17. ഓക്കെ, 17ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാൻ പറ്റില്ല, കാര്യം ഓൾറെഡി ഗോൾഡ് ഇല്ല, ഒരാൾ എടുത്ത നമ്പറാണ്. വേറെ നമ്പർ പറയോ? ഓക്കെ, 70 ആണ്. ഓക്കെ, 70ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഈ ഇതിലെ ഏറ്റവും ലാസ്റ്റ് നമ്പർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. സാരമില്ല, അതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. ബൈ. ബൈ. ഓക്കെ, അപ്പോ ഇതുവരെ നമ്മുടെ വിന്നറിനെ നമുക്ക് കിട്ടിയില്ല. എനിക്കൊന്ന് ചില ദിവസങ്ങൾ അങ്ങനെയാണ്, കുറച്ച് ഹാഫൊക്കെ ആകാൻ നേരമായിരിക്കും ഫസ്റ്റ് വിന്നർ വരുന്നത്. ചിലപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഒരുപാട് വിന്നേഴ്സിനെ കിട്ടുന്ന സന്ദർഭങ്ങളും ഉണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? അപ്പോൾ ഒട്ടും തന്നെ മടിക്കാതെ വിളിക്കുക. അതിനോടൊപ്പം തന്നെ വാട്സപ്പിലും അയക്കാൻ മറക്കരുത്. എന്തായാലും നമുക്ക് നെക്സ്റ്റ് കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹലോ, ഇതാരാണ്? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഹലോ, കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നുണ്ട്. ഇതാരാണ്? ജോയ്ശ്രീ. ജോയ്സി. ഓക്കെ, എവിടെയാണ് സ്ഥലം? തൃശ്ശൂര്, വെള്ളക്കാരി എന്ന് പറയും. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഹസ്ബൻഡ്, മോൻ, പിന്നെ അമ്മച്ചി. മോനുണ്ട് എന്നുള്ള കാര്യം അറിയാം. അവിടെ അവൻ മോന്റെ ബഹളം കേൾക്കുന്നുണ്ട്. എത്രയായി മോൻ? കുഞ്ഞാണോ? 2 വയസ്സ്. ഓക്കെ, ജോയ്സ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ ഹൗസ് വൈഫാണ്. ഓക്കെ, ഏത് നമ്പറാണ് ചൂസ് ചെയ്തിരിക്കുന്നത്? 20. 20ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. മോന്റെ ബർത്ത് ഡേറ്റ് ആണോ? മോന്റെ ബർത്ത്ഡേ, എന്റെ വെഡിങ് ആനിവേഴ്സറി. ഓ, എല്ലാം 20 ആണ്. ഒരേ മാസം തന്നെയാണോ അതോ ഡിഫറെന്റ് മന്ത് ആണോ? ഒരേ മാസം തന്നെയാണ് അല്ലേ? നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ജൂലൈയിലും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ജനുവരിയിലും. ഓക്കെ, ജനുവരി 20യും ജൂലൈ 20യും അല്ലേ? ഓക്കെ, അടിപൊളി. അപ്പൊ ഏതാണ് നമ്പർ? 20. 20 ആണല്ലോ. ഓക്കെ, 20ൽ നമുക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സോ 20. സോറി, ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. ഓക്കെ പറഞ്ഞില്ല അവിടെ ഒരാള്. ഓക്കെ, അപ്പോൾ യെസ്, ഇതുവരെ നമുക്ക് ഫസ്റ്റ് വിന്നറിനെ കിട്ടിയിട്ടില്ല. അതാണ് എൻ്റെ വിഷമം. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ആ അടുത്ത കോളർ ആണോ വിന്നർ എന്ന് നമുക്ക് നോക്കാലോ. ഹലോ, ഇതാരാണ്? ഗിരിജ. എവിടുന്നാ വിളിക്കുന്നേ? കൊല്ലം. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
വീട്ടില് ഹസ്ബൻഡ്, ഒരു മോൻ, അമ്മ. അമ്മ. ഗിരിജ വർക്ക് ചെയ്യുന്നുണ്ടോ അതോ ഹൗസ് വൈഫ് ആണോ? ഇല്ല, ഹൗസ് വൈഫാ. ആണ്. കൊച്ചൊരു മോൻ എത്രയായി? മോൻ 6ല്. 6ല്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? കൂലിപ്പണി. ഓക്കെ. മോൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന്റെ പേരെന്നാ? അയ്യോ, 6ലല്ല, 1ല്. 1ലോ? നേരത്തെ 6ാം ക്ലാസ് എന്നല്ലേ പറഞ്ഞേ? എനിക്കൊന്ന് 6 വയസ്സെന്നല്ലേ പറഞ്ഞേ? അല്ലേ? 6 വയസ്സ്. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് മോന്റെ പേരെന്താ? അശോക് ദ്രാവിഡ്. അശോക് ദ്രാവിഡ്. കൊള്ളാലോ, നല്ല പേരാണ്. അപ്പൊ ഏതാണ് നമ്പർ? നമ്പർ 69. 69. 69. 69ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നോക്കട്ടെ. 69ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. ഭയങ്കര ഹാപ്പി ആയല്ലേ ഇല്ലാന്ന് പറഞ്ഞപ്പോ? ചിരിക്കുന്നു, പൊട്ടിച്ചിരിക്കുന്നു. ഓക്കെ, എന്തായാലും നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. അതിനോടൊപ്പം തന്നെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, അശോക് ദ്രാവിഡ് എന്ന പേരിടാൻ ആ പേരിന് എന്താ നല്ല പ്രത്യേകത ഉണ്ട്? എന്താണ് കാര്യം? അത് ഭർത്താവ് ഇട്ടതായിരിക്കും, അറിയില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ബൈ ബൈ. അപ്പോ ഇതുവരെ നമുക്ക് വിന്നർ, വേർ ആർ യു? വിന്നേഴ്സിനോടാണ് എനിക്ക് ചോദിക്കുള്ളൂ. ഒരുപാട് സ്വർണ്ണം അവിടെ ഇവിടെയൊക്കെ ഇരിപ്പുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഇൻ കേസ് ലാസ്റ്റിലോട്ടൊക്കെയാണ് വിന്നേഴ്സ് വരുന്നതെന്നുണ്ടെങ്കിൽ വാട്സപ്പിലും വിന്നേഴ്സ് കൂടാനുള്ള ചാൻസ് ഉണ്ടാവും മേ ബി. അപ്പോൾ അതുപോലെ തന്നെ വാട്സപ്പിൽ അയക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചിലപ്പോൾ വാട്സപ്പിൽ അയച്ച നമ്പർ ഈ ഗോൾഡ് ഉണ്ട്, പക്ഷേ ഇവിടെ ഓൾറെഡി ഒരു കോളർ ഓപ്പൺ ആക്കി, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കിട്ടില്ല കേട്ടോ. ലാസ്റ്റ് ഓപ്പൺ ആക്കാത്ത ഒരു നമ്പറിലാണ് ചാൻസ് കൂടുതലുള്ളത്. പിന്നെ ഫസ്റ്റ് കം പ്രിഫറൻസ് ആണ്, ഫസ്റ്റ് അയക്കുന്ന ആൾക്കായിരിക്കും ആ നമ്പർ അയച്ചിട്ടുണ്ടെങ്കിലാണ് കിട്ടുക. ഓക്കെ, നമുക്ക് കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. താരാണ്? സുഹാസിനി. സുഹാസിനി. സുഹാസിനി ടി വി ശ്രദ്ധിച്ച് സംസാരിക്കല്ലേ, ഫോണിൽ തന്നെ ശ്രദ്ധിക്കണേ. ഓക്കെ, എവിടെയാ സ്ഥലം ചേച്ചിയുടെ? കൊല്ലം പാരിപ്പള്ളി. കൊല്ലം പാരിപ്പള്ളി. ഓക്കെ, അപ്പോ യെസ്, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അച്ഛനും മോനും ഞാനേ ഉള്ളു. ആഹാ, ഞാൻ ഇപ്പൊ കുറച്ച് മുന്നേ കേട്ടതാണേ, ഈ കൊല്ലത്ത് 28ാം ഓണം എന്ന് പറഞ്ഞൊരു ഓണം ഉണ്ട്, അങ്ങനെ ഉണ്ടോ? ഉണ്ടോ, 28ാം ഓണം ഉണ്ട് ഞങ്ങൾക്ക്. അതെങ്ങനെ ആഘോഷിക്കുന്നേ? ശരിക്കും ഓണം കഴിഞ്ഞ് 28 ദിവസം കഴിഞ്ഞിട്ടാണോ? എന്തോ? കന്നിമാസത്തിലെ തിരുവോണം വരുമ്പം നമ്മൾ 28ാം ഓണം ആഘോഷിക്കും. ഓക്കെ, അപ്പൊ 28ാം ഓണം എന്നാ ആഘോഷിക്കുന്നത്? അപ്പൊ ഇത്തവണ ഈ കന്നിമാസത്തിൽ എത്രാം തീയതിയാണ് നമുക്ക് തിരുവോണം കലണ്ടറിൽ വരുന്നത്, ആ ദിവസം നമ്മൾ ആഘോഷിക്കും. ഓക്കെ, എനിക്ക് മനസ്സിലായില്ല എങ്കിലും ഓക്കെ, മലയാള മാസത്തിൽ കുറച്ച് പിന്നോട്ടാണ്, അതുകൊണ്ട് ഓക്കെ. അപ്പോ യെസ്, അത് ഒക്ടോബർ മാസമൊക്കെ ഒക്ടോബറിലാണ്. ഓക്കെ 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 ഓക്കെ, അടിപൊളി. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ആഘോഷിക്കുക, സദ്യയൊക്കെ വെച്ച് വീട്ടിൽ ആഘോഷിക്കുന്ന, നോർമലി ഓണം ആഘോഷിക്കുന്നത് നമ്മൾ ഓണം ആഘോഷിക്കും. ഓക്കെ ഓക്കെ, ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇന്നാണ് അങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ യെസ് ചേച്ചി, ഏതാണ് നമ്പർ സെലക്ട് ചെയ്തത്? 52. 52. 52, യെസ്. 52ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 52 ഓപ്പൺ ആക്കുമ്പോൾ അയ്യോ, ഇല്ലല്ലോ. ഇല്ല കേട്ടോ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ. സോ സുഹാസിനി ചേച്ചിക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. സോ നെക്സ്റ്റ് ടൈം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ വാട്സപ്പിലും കൂടെ അയക്കാൻ മറക്കരുത്. ഓക്കെ, വാട്സപ്പിൽ അയക്കുക 8086011443 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. ഉത്തരം ഏറ്റവും ലാസ്റ്റ് ആണ് നമുക്ക് അറിയാൻ പറ്റുക ആരാണ് വാട്സപ്പിലെ വിന്നർ എന്ന്. 12:45 വരെ മാത്രമേ വാട്സപ്പിൽ അയക്കാനുള്ള ഒരു ചാൻസ് ഉള്ളൂ കേട്ടോ. സോ യെസ്, നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം, ഇതാരാണ്? സീന. സീന. സീന, ഓക്കെ. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ തൃശ്ശൂരിന്നാണ്. തൃശ്ശൂരിന്നാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഇന്ന് എന്താണ് പരിപാടി? സൺഡേ പരിപാടി? സൺഡേ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. സീന വർക്ക് ചെയ്യാണോ അതോ ഹൗസ് വൈഫ് ആണോ? ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നേ? ഹസ്ബൻഡ് ഓട്ടോ ഓടിക്കുന്നു. ഓക്കെ, ഇന്ന് ഹസ്ബൻഡ് ഉണ്ടോ വീട്ടിൽ അതോ വർക്ക് പോയോ? ഇല്ല, ഇന്ന് ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോ ഏതാണ് നമ്പർ? 56.
56 അല്ലേ? 56ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. സീനയ്ക്ക് ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, 56 തുറക്കുകയാണേ. സോറി, സാരില്ല കേട്ടോ, കിട്ടിയില്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. ബൈ. സീനയ്ക്ക് കിട്ടിയിട്ടില്ല. ഇന്ന് എനിക്ക് തോന്നുന്നു ആ ദിവസമാണ് അവസാനം ആകുമ്പോൾ വിന്നേഴ്സ് വരുന്ന ആ ദിവസം. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം. ഇതാരാണ്? എന്തോ? രൂപേഷ്. ഇന്ന് വിളിച്ച രൂപേഷ് ആണോ? ഓക്കെ രൂപേഷ്, അപ്പൊ സെക്കൻഡ് ടൈം ആണ് കോളിൽ വന്നിരിക്കുന്നത്. ഏതാണ് നമ്പർ? 42ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നോക്കാം. സെക്കൻഡ് ടൈം ആണ് അല്ലേ? അപ്പൊ 42ൽ ഇത്തവണയെങ്കിലും സ്വർണ്ണമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. 42 ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. ഇല്ല കേട്ടോ. ഓക്കെ, സാരമില്ല. നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു. ബൈ. സോ അപ്പോൾ ഇത് സെക്കൻഡ് ടൈം ആണ് വിളിച്ചത്, പക്ഷേ കിട്ടിയില്ല. സെക്കൻഡ് ടൈമും കിട്ടിയില്ല. അതിനോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വാട്സപ്പിലും അയക്കാം. വാട്സപ്പിൽ അയക്കേണ്ട നമ്പർ 8086114443 എന്ന നമ്പറിലോട്ടാണ്. വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ മാത്രമേ പറ്റൂ. വാട്സപ്പ് മെസ്സേജ് അയക്കാൻ മാത്രമേ പറ്റൂ. നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ കോൾ ബെല്ല് കേട്ടെന്നിരിക്കും. വെറുതെ വിളിച്ചിട്ട് കാര്യമില്ല, കോൾ എടുക്കില്ല. കോൾ ചെയ്യേണ്ടത് വേറെ നമ്പറാണ്. ഓക്കെ, അപ്പോൾ വാട്സപ്പിൽ അയക്കാൻ പറ്റുന്നത് 12:45 വരെ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് 1 മണി വരെയും കോളിൽ നിങ്ങൾക്ക് മത്സരിക്കാൻ പറ്റും. അല്ലാണ്ട് വാട്സപ്പിൽ മത്സരിക്കാൻ പറ്റുന്നത് 12:45 വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഒരു തവണ കോൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വാട്സപ്പിൽ മത്സരിക്കാം. നിങ്ങളിപ്പോൾ വിളിക്കാൻ താല്പര്യമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിലും വാട്സപ്പിലൂടെ മത്സരിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പറയാം, ചാൻസസ് ഒന്നും മിസ് ചെയ്തത്. രണ്ടിലും ഉറപ്പായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ പറയാനുള്ളത്, ഇന്നെന്നല്ല എന്നും സ്വർണ്ണവർഷത്തിൻ്റെ വിന്നേഴ്സിന് കിട്ടുന്നത് സ്വർണ്ണമാണ്. ഈ ബോക്സിൽ സ്വർണ്ണമാണ് ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്ന നമ്പറിൽ സ്വർണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ ഹലോ, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഷാഹുൽ. ഷാഹുൽ എവിടുന്നാ വിളിക്കുന്നേ? മലപ്പുറം. എന്താ ചെയ്യുന്നത് ഷാഹുല്? പഠിക്കുകയാണ്. എത്രാം ക്ലാസ്സിലാ? പ്ലസ് വണ്ണിലാണ്. ഓക്കെ, അപ്പൊ വെക്കേഷൻ അല്ലേ ഇപ്പോ? നാളെ തുറക്കൂല്ലേ? വിഷമമുണ്ടോ അതോ ഹാപ്പി ആണോ? വിഷമമുണ്ടല്ലേ? പെട്ടെന്ന് പോയി, ഒരാഴ്ച അങ്ങ് പോയി അല്ലേ? എന്തൊക്കെയായിരുന്നു വെക്കേഷന് ചെയ്ത്? എവിടെയെങ്കിലും ഒക്കെ പോവാൻ പറ്റുമോ? ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോയി. എവിടെയാ പോയേ? സ്ഥലത്തൊക്കെ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയല്ലേ? സിനിമയൊക്കെ കണ്ടോ? സിനിമ കാണാൻ പോയി. ഏതൊക്കെ സിനിമ കണ്ടു? ഏത് സിനിമയാ കണ്ടേ? ഒന്നും മിണ്ടുന്നില്ല. പോട്ടെ, സാരമില്ല, വിട്ടു കളഞ്ഞു. ഏതാ നമ്പർ? നമ്പറും പറയുന്നില്ലേ? ഹലോ, കേക്കുന്നില്ലേ? 68. ഓക്കെ, 68. എന്തോ ക്ലിയർ ആവുന്നില്ല അല്ലേ? ഓക്കെ, സാരില്ല. 68ൽ നമുക്ക് ഗോൾഡ് ഉണ്ടോ നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 68. അയ്യോ, ഇല്ല കേട്ടോ. സാരമില്ല. ഓക്കെ, താങ്ക് യു. ബൈ. അയ്യോ, ഇന്ന് എന്താണല്ലേ വിന്നർ ഇങ്ങനെ ലാസ്റ്റിലോട്ടാണ് വരുന്നത്. ലക്ക് എനിക്ക് തോന്നുന്നു ആ ലാസ്റ്റിലോട്ടാണല്ലോ എന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ നമസ്കാരം. ഇതാരാണ്? സച്ചിൻ. നേരത്തെ വിളിച്ച സച്ചിനാണോ? അല്ല, നേരത്തെ വിളിച്ചില്ല. സച്ചിൻ വിളിച്ചില്ല. ഒരു കുഞ്ഞിന്റെ പേരാണ് സച്ചിൻ. ഓക്കെ, എന്താ ചെയ്യുന്നത് സച്ചിൻ? എവിടെയാ? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്? അനിയൻ. ഓക്കെ, സോ യെസ്, ഇന്ന് എന്താണ് പരിപാടി? സൺഡേ. നാട്ടിൽ എത്തിയിട്ടേ ഉള്ളൂ അല്ലേ? ഓക്കെ. എത്ര ദിവസം ഉണ്ട്? ജാർഖണ്ഡിലാണ്. എത്ര ദിവസം ഉണ്ട് ലീവ്? 18 ദിവസം ഉണ്ട്. അപ്പൊ ഓണത്തിന് മുന്നേ എത്തിയോ അതോ ഇപ്പൊ എത്തിയുള്ളൂ? ഇന്നലെ എത്തിയോ? ഓക്കെ. അപ്പൊ ഏതാണ് നമ്പർ? 28 അല്ലേ? 28ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ.
ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് വിന്നർ ആണ് കേട്ടോ, ഇന്നത്തെ ദിവസത്തെ. അപ്പൊ നാട്ടിൽ വന്നപ്പോ തന്നെ ഭാഗ്യാണല്ലോ. എന്തോ ഭാഗ്യമുണ്ട്. അപ്പൊ അടിപൊളി. അപ്പൊ ഈ ഒരു 18 days ലീവും അടിപൊളിയായിരിക്കും. പരിപാടി ആദ്യമായിട്ടല്ലേ കാണുന്നേ? ഓക്കെ, ഇനി പറ്റുമ്പോഴൊക്കെ കാണണം കേട്ടോ. അതെ അതെ, ശില്പ തന്നെയാ. എന്തോ ആണോ? വീട്ടില് വിളിക്കാറുണ്ട് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാരും അന്വേഷിച്ചെന്ന് പറയണം വീട്ടില്. ഓക്കെ, കൂട്ടുകാരോടും ജോലി സ്ഥലത്ത് എല്ലാരും അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ. ആ, യൂട്യൂബില് കാണാറുണ്ട്. അടിപൊളി, താങ്ക് യു. ഓക്കെ, ബൈ ബൈ ബൈ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നറിനെ കിട്ടിയിരിക്കുകയാണ്. അടിപൊളി. ഫൈനലി നമ്മൾ കാത്തിരുന്ന ആദ്യത്തെ വിന്നർ എത്തിയിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ഇനിയിപ്പോൾ വിന്നേഴ്സിന്റെ ബഹളമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെ ആയിരിക്കില്ലേ? എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ, ഹായ്. ഹലോ, നമസ്കാരം. ഇതാരാണ്? ഗംഗാധരൻ. എവിടെന്ന് വിളിക്കുന്നു ചേട്ടാ? എവിടെന്നാ വിളിക്കുന്നേ? കേൾക്കുന്നുണ്ടോ? കൊല്ലം കൊട്ടാരക്കര. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഞായറാഴ്ച പരിപാടി? വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് വൈഫുണ്ട്, 2 മക്കളുണ്ട്. 2 മക്കളുണ്ട്. മക്കളൊക്കെ ജോലി ചെയ്യാണോ? മോള് ജോലിയിലാണ്. എല്ലാരും ഉണ്ടോ? ഇന്ന് മോള് ജോലിയിലാണ്, ഇളയ മോള് പഠിക്കുവാണ്. എല്ലാരും വീട്ടിലുണ്ടോ? സൺഡേ അല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ ചേട്ടാ? 16. ഓക്കെ, 16 ഗോൾഡ് ഉണ്ടോ നോക്കാം. നോക്കട്ടെ, 16 ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ലല്ലോ. ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. ഓക്കെ, അപ്പൊ എന്തായാലും ഇതുവരെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിന്നറിനെ നമുക്ക് കിട്ടി. ഇനിയും വിന്നേഴ്സിനെ കിട്ടണം. അപ്പൊ എത്രയും പെട്ടെന്ന് വിളിക്കുക. അതിനോടൊപ്പം തന്നെ വാട്സപ്പിലൂടെ മത്സരിക്കാൻ മറക്കരുത്. വാട്സപ്പിൽ അയക്കേണ്ടത് 8086011443 എന്ന നമ്പറിലോട്ടാണ്. 12:45 വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. വിളിക്കാൻ 1 മണി വരെ സമയമുണ്ട് നിങ്ങൾക്ക്. അപ്പൊ എത്രയും പെട്ടെന്ന് വിളിക്കുക. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, അവിടെ ഒരു ഡിസ്കഷൻ ആട്ടോ. ഹലോ, ഇതാരാണ്? ഹലോ, ഇതാരാണ്? ഞാൻ അഞ്ജു ആണ്, പാലക്കാട്. അഞ്ജു. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട് അഞ്ജു? അച്ഛൻ, അമ്മ, ചേച്ചി, ഞാൻ. ഓക്കെ, ചേച്ചിയുടെ പേരെന്താ? ചേച്ചിയുടെ പേര് മഞ്ജു. മഞ്ജു. ഒരു വീട്ടിൽ 5 മഞ്ജു ഉണ്ടല്ലേ? ഓക്കെ, അപ്പോ നേരത്തെ നിങ്ങൾ തമ്മിൽ ഡിസ്കഷൻ ആയിരുന്നല്ലേ ആര് സംസാരിക്കണോന്ന്? അത് എനിക്ക് മനസ്സിലായി, ഞാൻ കേട്ടായിരുന്നു, ചെറുതായിട്ട് കേട്ടായിരുന്നു. ഓക്കെ, സോ യെസ്, എന്താണ് ചെയ്യുന്നത് അഞ്ജുവും മഞ്ജുവും? ചേച്ചി പഠിപ്പിക്കുകയാണ്, ടീച്ചറാണ്. ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണ്. എന്താണ് പഠിക്കുന്നത്? ഞാൻ PSC കോച്ചിങ് ആണ്. ഓക്കെ, അപ്പൊ യെസ്, ഏതാണ് നമ്പർ? 11. ഓക്കെ, 11 ഇതുവരെ ആരും പറയാതിരുന്ന നമ്പറാണ്. സോ യെസ്, നമുക്ക് നോക്കാം ഇതിൽ സ്വർണ്ണം ഉണ്ടോ അഞ്ജുന്? അയ്യോ, ഇല്ലല്ലോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. ഓക്കെ, അപ്പോൾ അഞ്ജുവിന് കിട്ടിയിട്ടില്ല. നെക്സ്റ്റ് ടൈം കിട്ടും എന്ന് വിചാരിക്കാം. ഇതുപോലെ നിങ്ങൾക്ക് വാട്സപ്പിൽ വായിക്കാം. അത് തന്നെയാണ് എനിക്ക് എപ്പോഴും ഓർമ്മിപ്പിക്കാനുള്ളത്. എന്തായാലും നമ്മുടെ സ്വർണ്ണവർഷത്തിലെ സമ്മാനം എന്താണ്? സ്വർണ്ണമാണ്. അപ്പോൾ ഉറപ്പായിട്ടും മിസ് ചെയ്യരുത്, വിളിക്കുക, പങ്കെടുക്കുക. ഓക്കെ, അടുത്ത ആരാന്ന് നോക്കാം. ഹലോ, ഇതാരാണ്? ഗിരിജ. നേരത്തെ വിളിച്ച ഗിരിജയാണോ? കഴിഞ്ഞ ആഴ്ച വിളിച്ചു. ഓക്കെ, ഇന്ന് വിളിച്ച ഗിരിജയല്ല. ഓക്കെ, എവിടെയാണ് സ്ഥലം? വർക്കല. ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ചേച്ചി? ഞാനുണ്ട്, എന്റെ ഭർത്താവ്, 3 മക്കള്. 3 മക്കൾ എന്ത് ചെയ്യുന്നു? 3 മക്കള് 2 പേരെ കെട്ടിച്ചു വിട്ട് അവരെ വീട്ടുകളിൽ. ഇനിയിപ്പൊ ഞാനും അച്ഛനും മാത്രമേ ഉള്ളൂ. മോൻ ജോലി സ്ഥലത്ത്. ഇന്ന് എന്താണ് സൺഡേ ഫുഡ് സ്പെഷ്യൽ ഉണ്ടോ? വീട്ടിലുണ്ട്. ഇറച്ചിയൊക്കെ വെച്ച്, ചിക്കനൊക്കെ വെച്ചു. പിന്നെന്താ ഉറക്കം പറയാത്തെ? ചിക്കൻ വെച്ചാ സ്പെഷ്യലാ. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ ചേച്ചി?
11 ഇപ്പൊ പോയതേ ഉള്ളൂ. 11 ഗോൾഡ് ഇല്ലായിരുന്നു. 11 ഓൾറെഡി ഓപ്പൺ ആക്കിയ നമ്പറാണ്. വേറെ നമ്പർ പറഞ്ഞോളൂ. 52. 52 പോയ നമ്പറാണ്. അതിലും ഗോൾഡ് ഇല്ലായിരുന്നു. അതും പോയി. വേറെ നമ്പർ 48. ഓക്കെ, 48 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. സോ 48 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഇല്ല കേട്ടോ. ഇല്ല. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. ഓക്കെ, കിട്ടട്ടെ. ഓക്കെ, ബൈ. സോ യെസ്, ചേച്ചിക്കും കിട്ടിയിട്ടില്ല. സോ നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹായ്, ഇതാരാണ്? ഹലോ, നമസ്കാരം. എന്തോ? രജനി. എവിടുന്നാ വിളിക്കുന്നേ? കോട്ടയത്തുനിന്ന്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുള്ള രജനിയാണോ? അല്ല, ഞാൻ കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ രജനി വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഹസ്ബൻഡ്, മക്കള്, അമ്മയുണ്ട്. വർക്കിംഗ് ആണോ? ഹൗസ് വൈഫ് ആണോ രജനി? അത് ഞാൻ ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. മക്കളൊക്കെ എത്രാം ക്ലാസ്സിലാ? മക്കള് മൂത്തയാള് നേഴ്സിംഗ് ആയി, ഇളയാള് 5ാം ക്ലാസ്സിൽ. 5ാം ക്ലാസ്സിലാണ്. ഓക്കെ, അപ്പൊ യെസ്, ഏതാണ് നമ്പർ? 37. ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. 37 ഗോൾഡ് ഉണ്ടോ? ഇല്ല കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. താങ്ക് യു, ബൈ. ശരി. ഓക്കെ, അപ്പോൾ രജനിക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ബോക്സുകൾ ഓപ്പൺ ആയി. ഇനി കുറച്ച് ബോക്സുകളെ ഓപ്പൺ ആവാനുള്ളൂ. അപ്പോൾ അതിലൊക്കെ സ്വർണം കൂടുതൽ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാലോ, നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. അപ്പോൾ ഇനിയാണ് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ ഉറപ്പായിട്ടും വിളിക്കാം. നമുക്ക് ഇതുവരെ ഒരു വിന്നറെ ആയിട്ടുള്ളൂ. അപ്പോൾ ബാക്കി സ്വർണ്ണ നാണയങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക. നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ, ഹായ്, ഇതാരാണ്? പാർവതിയാണ്. പാർവതി, നമ്മുടെ എപ്പോഴും വിളിക്കുന്ന പാർവതി ചേച്ചി അല്ലേ? അതെ. സുഖാണോ ചേച്ചി? സുഖമാണ്. ഓണമൊക്കെ എങ്ങനെ പോയി? ഓണം കുഴപ്പമില്ലാണ്ട് പോയി. ഓക്കെ, വെക്കേഷൻ ഇന്ന് കഴിയുമല്ലേ മക്കൾക്ക്? കഴിയും, നാളെ തുടങ്ങി. ഇനിയിപ്പോ സ്കൂളിൽ വിട്ടാ മതിയല്ലോ, സമാധാനമായി എന്നൊക്കെ. ഓക്കെ, അപ്പൊ ഏതാണ് നമ്പർ ചേച്ചി? 22. 22 ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. 22 ഗോൾഡ് ഉണ്ടോ? അയ്യോ, ഇല്ല കേട്ടോ. സാരമില്ല. അടുത്ത തവണ കിട്ടട്ടെ. താങ്ക് യു, ബൈ. സോ യെസ്, അപ്പോൾ ഇത്രയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിന്നറിനെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇനി കുറേ വിന്നേഴ്സിനെ കിട്ടാണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്വർണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക. എന്തായാലും അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വാട്സപ്പിലും അയക്കുക. കാര്യം വാട്സപ്പിൽ 12:45 വരെ സമയമുള്ളൂ. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് അയക്കാന്നൊക്കെ പറഞ്ഞ് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. 12:45 ക്ലോസ് ആവും. അപ്പോൾ പെട്ടെന്ന് തന്നെ അയക്കേണ്ട നമ്പർ 8086011443 എന്ന നമ്പറാണ്. 8086011443. അതിലോട്ട് വിളിച്ചിട്ട് കാര്യമില്ല, വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യില്ല. വേറെ നമ്പർ ഉണ്ടല്ലേ വിളിക്കാൻ, അതിലോട്ട് വിളിക്കുക, വിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി വിന്നറിനെ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു വിന്നറെ നമുക്ക് ഇതുവരെ ആയിട്ടുള്ളൂ. കൂടുതൽ സ്വർണ്ണ നാണയങ്ങൾ ഇതിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത കോളിലോട്ട് പോയാലോ. ഹലോ, പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ഓക്കെ, കോള് ആയിട്ടില്ല. എന്തായാലും സ്വർണ്ണമാണ് നമ്മുടെ സമ്മാനം എന്ന് പറയുന്നത്. സ്വർണം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇടാൻ ഇഷ്ടമില്ലെങ്കിൽ പോലും നമുക്ക് സേവിങ്സ് ആയിട്ടും ഒക്കെ നല്ല ഒരു കാര്യം തന്നെയാണ് സ്വർണ്ണം അല്ലേ. അതുകൊണ്ട് ബെസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റാണ് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നത്. എന്തായാലും നമുക്ക് കോളിലോട്ട് പോകാം. ഹലോ, നമസ്കാരം, ധാരാണ്? മറിയാമ്മ. ഓക്കെ, എവിടുന്നാ വിളിക്കുന്നേ? മാന്നാർ. ഒരു സെക്കൻഡ്, ഒരു കാര്യം ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ പ്രേക്ഷകരോട്. വേറൊന്നുമല്ല, 12:45 ആയി കഴിഞ്ഞു. അപ്പോൾ വാട്സപ്പിന്റെ ടൈം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി കോളിലൂടെ മാത്രമേ പങ്കെടുക്കാൻ പറ്റൂ. ഓക്കെ, അപ്പൊ ബാക്ക് ടു മറിയാമ്മ ചേച്ചി. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഹസ്ബൻഡ് ഉണ്ട്. 3 മക്കളുണ്ട്. 3 മക്കളുണ്ട്. 3 മക്കളും ജോലിയൊക്കെ ചെയ്യാണോ? വർക്കിംഗ് ആണോ? ഓക്കെ, എല്ലാരും ഉണ്ടോ ഇന്നിപ്പോ വീട്ടില്? 3-4 പേരുണ്ട്. ഓക്കെ, അപ്പൊ എത്രയാ നമ്പർ ചേച്ചി സെലക്ട് ചെയ്ത നമ്പർ? 68.
68 68 അല്ലേ? 68 പോയി. 55. ഓക്കെ, റാൻഡം ആയിട്ട് ചേച്ചി സെലക്ട് ചെയ്തിരിക്കുകയാണ്. 55ൽ ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. 55ൽ മറിയാമ്മ ചേച്ചിക്ക് ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ലല്ലോ. സാരമില്ല, ബൈ ബൈ, ടാറ്റാ. ഓക്കെ, അപ്പം മറിയാമ്മ ചേച്ചിക്കും കിട്ടിയിട്ടില്ല. സോ നമുക്ക് നോക്കാം ഇനി ആർക്കാണ് കിട്ടാൻ പോകുന്നതെന്ന്. എന്തായാലും നമ്മുടെ വാട്സപ്പിന്റെ ടൈം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹലോ, ഹായ്, നമസ്കാരം, വണക്കം, ധാരാണ്? ഹലോ ഹലോ, യെസ്, പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ധാരാണ്? ഹലോ, ടി വി ശ്രദ്ധിക്കരുത് കേട്ടോ, ഫോണിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിക്കണം. സത്യൻ എന്നാ പേര്. സത്യൻ എന്ന പേര്. ചേട്ടൻ ടിവിയുടെ വോളിയം കുറച്ച് വെച്ചിട്ട് സംസാരിക്കേ കേട്ടോ. ഓക്കെ, ചേട്ടാ എവിടെ വീട്? ഞാൻ കൊല്ലം കരുനാഗപ്പള്ളി. കൊല്ലം കരുനാഗപ്പള്ളി. ഓക്കെ, അപ്പോ യെസ്, എങ്ങനെ പോകുന്നു ലൈഫൊക്കെ? ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, ഒരു ചെറിയ ആക്സിഡന്റ് പറ്റി വീട്ടിൽ ഇരിക്കുക. ആണോ? എങ്ങനെയാ, ബൈക്കാണോ? ബൈക്ക് തങ്ങളൊന്ന് കൂട്ടി തട്ടിയായിരുന്നു. ആണോ? മുറിവ്, ചെറിയ മുറിവുള്ളൂ? ചെറിയ മുറിവേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും കൊല്ലം കരുനാഗപ്പള്ളി റോഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റോഡ് പണിയൊക്കെ നടക്കുകയാണല്ലോ. ഇപ്പൊ മേപ്പാലത്തിന്റെ പണിയൊക്കെ കഴിഞ്ഞ് തീർന്ന് നല്ല വൃത്തിയായിട്ട് ഇറങ്ങിയ ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളി. സോ യെസ്, ഏതാണ് നമ്പർ? 39 അല്ലേ? 39ൽ ഗോൾഡ് ഉണ്ടോ നോക്കാം. സോ 39 ഒന്ന് ഓപ്പൺ ആക്കി നമുക്ക് നോക്കാം. നോക്കട്ടെ, ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഇല്ല. സാരമില്ല കേട്ടോ, ഗോൾഡ് കിട്ടിയിട്ടില്ല. ഓക്കെ ഓക്കെ, സാരമില്ല. ഓക്കെ, താങ്ക് യു, ബൈ. സോ യെസ്, ഇതുവരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വിന്നർ ആയിട്ടുള്ളൂ. ഇനിയുള്ള വിന്നേഴ്സ് ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും ഒരു ബ്രേക്കിന് ശേഷമാവാം അല്ലേ, ആരാണ് അടുത്ത വിന്നർ എന്നൊക്കെ നോക്കാം അതിനുശേഷം. എന്തായാലും നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്കിലോട്ട് പോവാം. പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തി സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. വെൽക്കം ബാക്ക് ടു പോത്തി സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. എന്തായാലും സ്വർണ്ണവർഷത്തിലെ ഇന്നത്തെ ദിവസത്തെ വിന്നർ ഒരാൾ മാത്രമേ നമുക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ അതിനർത്ഥം എന്ന് പറയുന്നത് ഇനിയും ഒരുപാട് വിന്നേഴ്സിനെ കിട്ടാനുണ്ട്. എന്തായാലും വിന്നേഴ്സിനെ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വിളിച്ചേ പറ്റുള്ളൂ. പെട്ടെന്ന് തന്നെ വിളിക്കുക. കുറേ ബോക്സസ് ഇനി ഓപ്പൺ ആക്കുന്നുണ്ട് അല്ലേ. എന്തായാലും നമുക്ക് ആദ്യത്തെ കോളറിലോട്ട്, ബ്രേക്കിന് ശേഷമുള്ള ആദ്യത്തെ കോളറിലോട്ട് പോകാം. ഹലോ. ഓക്കെ, എന്തായാലും വാട്സപ്പിലും നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നുണ്ട്. വാട്സപ്പിലെ വിന്നേഴ്സിൻ്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. 12:45 വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ലാസ്റ്റ് ആയിരിക്കും, ഏറ്റവും ലാസ്റ്റ്, അതായത് ഷോ അവസാനിക്കുന്ന സമയത്താണ് വാട്സപ്പിലെ വിന്നറിനെ സെലക്ട് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾ പറഞ്ഞ നമ്പർ ആരെങ്കിലും ഇവിടെ കോളർ ഓപ്പൺ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിന് കിട്ടില്ല. പക്ഷെ ഓപ്പൺ ആക്കാത്ത നമ്പേഴ്സ് നിങ്ങൾ അയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കിട്ടും. അതും ഫസ്റ്റ് അയച്ചത് ആരാണെന്ന് നോക്കിയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻസും ടെൻഷൻസും ഒന്നും വേണ്ട. അപ്പോൾ സ്വർണ്ണവർഷത്തിൽ നമ്മുടെ സമ്മാനം എന്ന് പറയുന്നത് സ്വർണ്ണമാണ്. അപ്പോൾ അത് മറക്കണ്ട, ഉറപ്പായിട്ടും വിളിക്കുക. പിന്നെ ഇന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമലി നമുക്ക് ഫസ്റ്റിലെ ഏതെങ്കിലുമൊക്കെ വിന്നർ കിട്ടും, അങ്ങനെയാണ് പോകുന്നത്. ഇന്ന് കുറച്ച് ഒരാൾ മാത്രമേ ആയിട്ടുള്ളൂ. ലാസ്റ്റാണ് ഇനി വിന്നേഴ്സ് വരേണ്ടത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിളിക്കുക. എന്തായാലും നമുക്ക് കോളറിലോട്ട് പോകാം. ഹലോ. ഹായ്. ഹലോ, ഇതാരാണ്? ആരാണിത്? ഹരി. ഒരിക്കലും ഒന്നുകൂടെ പറയോ മോളെ? ഹരീഷ്മ എന്നാണോ പേര്? ഹരീഷ്മ കൊള്ളാലോ, നല്ല പേരാണല്ലോ. കരീഷ്മ എന്നല്ലല്ലോ, ഹരീഷ്മയല്ലേ?
അല്ലേ? ആ ഉറക്കെ സ്മാർട്ടായിട്ട് സംസാരിക്കേ. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്ന മോള്? 6ലാണ് പഠിക്കുന്നത്. വെക്കേഷൻ ഇന്ന് കഴിയും അല്ലേ? കഴിഞ്ഞു അല്ലേ? എവിടെങ്കിലും പോയോ ഓണം വെക്കേഷന്? അമ്മമ്മയുടെ വീട്ടിൽ പോയായിരുന്നു. അമ്മയുടെ വീട്ടിൽ പോയി. ദൂരെയാണോ അമ്മമ്മയുടെ വീട്? ദൂരെയാണോന്ന് നാട്? അമ്മമ്മയുടെ വീട് ദൂരെയാണോ? കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഹരീഷ്മ ഏതാണ് നമ്പർ? 26ൽ ഹരീഷ്മയ്ക്ക് ഗോൾഡ് ഉണ്ടോ നമുക്ക് നോക്കാം. ഓക്കെ 26 ഓപ്പൺ ചെയ്യുമ്പോൾ അയ്യോ ഇല്ലല്ലോ. ഇല്ല കേട്ടോ, സാരമില്ല, നെക്സ്റ്റ് ടൈം കിട്ടട്ടെ. ഓക്കെ ബൈ. ഓക്കെ, അപ്പൊ ഹരീഷ്മയ്ക്ക് ഗോൾഡ് കിട്ടിയിട്ടില്ല. ഹരീഷ്മയ്ക്ക് നേരെ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. എല്ലാവരും നമുക്ക് കുറച്ചു നേരം കൂടെ സംസാരിക്കുന്നായിരുന്നു അല്ലേ? അല്ല, ക്യൂട്ടായിട്ടുള്ള വോയിസ് ആയിരുന്നു ഹരീഷ്മയുടെ. എന്തായാലും നമുക്ക് അടുത്ത കോളിലോട്ട് പോവാം. ഹലോ ഹലോ, സ്വർണ്ണവർഷത്തിലേക്ക് സ്വാഗതം. ആരാണ്? അവിടെ ബഹളക്കാരൻ ഒരാളുണ്ട്. ഹലോ ഹലോ, ഇതാരാണ്? നസീറയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഒരു ബേബി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ബഹളം കേൾക്കാം. കരയാണ്. കുഞ്ഞു വാവയാണോ? 1 വയസ്സാണോ? 2 വയസ്സായി അല്ലേ? ഓക്കെ, നസീറയുടെ ബേബിയാണോ? ആഹാ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്? വീട്ടില് എനിക്ക് 4 മക്കള്, 3 ആൺകുട്ടി 1 പെൺകുട്ടി. 4 മക്കളുണ്ട്. ഇപ്പൊ ഏറ്റവും ഇളയാളാണോ ഇത്? അതെ. ആഹാ, ബാക്കി കുട്ടികളൊക്കെ എത്രയായി? അവര് പഠിക്കുകയാണ്. മൂത്താള് 9ല്, 7ല്, 4ല്. ഓ, എനിക്ക് വയ്യ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഒരു കറക്റ്റ് ഗ്യാപ്പ് ഒക്കെ വെച്ചിട്ട്. ഇപ്പൊ ഒരാളും കൂടെ ഉണ്ട്. അടിപൊളി. എന്തായാലും ഏതാണ് നമ്പർ സെലക്ട് ചെയ്തിരിക്കുന്നത്? 18 അവിടെ ഇരിപ്പുണ്ട്. ഓക്കെ, 18ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. 18ൽ ഗോൾഡ് ഉണ്ടോ? അയ്യോ ഇല്ല കേട്ടോ. സാരമില്ല. താങ്ക് യു, ബൈ. ഓക്കെ. അപ്പോൾ എന്തായാലും കിട്ടിയിട്ടില്ല. എന്തായാലും അവിടെ നല്ല ബഹളമാണ്. എന്തായാലും നമുക്ക് അടുത്ത കോളറിലോട്ട് പോവാം. ഹലോ ഹായ്, നമസ്കാരം. ഇതാരാണ്? സ്മിത. ഓക്കെ, സ്മിതയാണ് ഇന്നത്തെ നമ്മുടെ ദിവസത്തെ ലാസ്റ്റ് കോളർ കേട്ടോ. സ്മിതയ്ക്ക് ഗോൾഡ് കിട്ടുമോ നമുക്ക് നോക്കണം. എവിടുന്നാ വിളിക്കുന്നത് സ്മിത? പെരിന്തൽമണ്ണ. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉള്ളത്? ഹസ്ബൻഡ്, കുട്ടികള്. ഓക്കെ, കുട്ടികളൊക്കെ എത്രാം ക്ലാസ്സിലായി? ഡിഗ്രി. ഓക്കെ. സോ യെസ്, എത്രയാണ് നമ്പർ? 51. 51. ഓക്കെ, 51ൽ ഗോൾഡ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. 51 ഗോൾഡ് ഉണ്ടോ? ഗോൾഡ് ഇല്ല കേട്ടോ. സാരമില്ല. താങ്ക് യു. ഓക്കെ, നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് കോളർ ആയിട്ട് നമുക്കൊരു വിന്നറിന് ഒരൊറ്റ ആളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇനി നമുക്ക് വാട്സപ്പ് വിന്നറിനെ സെലക്ട് ചെയ്യാം. ശരിക്കും കോളറിനേക്കാളും കൂടുതലാണ് വാട്സപ്പ് വിന്നറിന്റെ എണ്ണം എന്ന് പറയുന്നത്. 2 പേരെയാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വിന്നർ എന്ന് പറയുന്നത് ജയകുമാറാണ്, പൂജപ്പുരയിൽ നിന്നുള്ള ജയകുമാർ. അടിപൊളി. അപ്പോൾ 49 ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. 49ൽ ഗോൾഡ് ഉണ്ടോ? യെസ്, ഗോൾഡ് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്. സോ യെസ്, ജയകുമാർ അങ്ങനെ ഒരു വിന്നറായി. അതുപോലെ തന്നെ നമുക്കൊരു വിന്നറും കൂടെ ഉണ്ട്. മാവേലിക്കരയിൽ നിന്ന് എബിയാണ് നമ്മുടെ വിന്നർ. എബി പറഞ്ഞിരിക്കുന്ന നമ്പർ 13 ആണ്. നമുക്ക് 13 ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. കൺഗ്രാറ്റുലേഷൻസ്. അടിപൊളി. അപ്പൊ ഇന്ന് നമുക്ക് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 വിന്നേഴ്സിനെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇന്ന് വിളിച്ചവരൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് എപ്പിസോഡിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഗോൾഡ് കാത്തിരിപ്പുണ്ട്, സ്വർണ്ണവർഷവും കാത്തിരിപ്പുണ്ട്. ഉറപ്പായിട്ടും അന്നും പങ്കെടുക്കാൻ മടിക്കരുത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇന്നത്തേക്ക് ഞാൻ പോവാണ്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.
പെൺകുട്ടികളുള്ള വീട്ടിൽ ആനന്ദത്തിന് കുറവേയില്ല. അവിടെ എപ്പോഴും ചിരിയും സന്തോഷവും അലയടിക്കും. ഞാനും 3 പെൺകുട്ടികളുടെ അച്ഛനാണ്. അവർ പലതരത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞ് ആഹ്ലാദിക്കുമ്പോൾ എന്റെ മനസ്സും നിറയും. ഇപ്പോൾ ഞാൻ ആ അച്ഛൻ മാത്രമല്ല, തിരുവനന്തപുരത്തെ പോത്തീസ് സ്വർണ്ണമഹലിന്റെ ഉടമയായിട്ടാണ് ഇത് പറയുന്നത്. ഇവിടെ ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പ്യുവർ ക്വാളിറ്റി, റീസണബിൾ പ്രൈസ്. ഈ ആഹ്ലാദവും ഐശ്വര്യവും നിങ്ങളുടെ വീട്ടിലേക്കും കൊണ്ടുപോകൂ. പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത. പോത്തീസ് സ്വർണ്ണമഹൽ സ്വർണ്ണവർഷം. Brought to you by പോത്തീസ് സ്വർണ്ണമഹൽ, സമൃദ്ധിയുടെ പരിപൂർണത.